അമീബയിലെ പോഷണവും അതുപോലെ ഹൈഡ്രയിലെ പോഷണവും ടെക്സ്റ്റ് ബുക്ക് പ്രകാരം നമുക്കൊന്ന് പഠിച്ചെടുക്കാനുണ്ട്. നോക്കാം. ആദ്യം നമ്മുടെ അമീബ ആഹാരവസ്തുവിന്റെ അടുത്തേക്ക് എത്തും. ആഹാരവസ്തുവിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അമീബ തന്റെ കപടപാദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആഹാരത്തെ കോശങ്ങൾക്കുള്ളിലേക്ക് എടുക്കും. ഒന്നുകൂടെ പറയുന്നു, അമീബ ആഹാര പദാർത്ഥത്തിന്റെ അടുത്തെത്തും. കപടപാദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആഹാരത്തെ കോശങ്ങൾക്കുള്ളിലേക്കാക്കും. ആഹാരം ഫുഡ് വാക്യൂളിനുള്ളിലേക്ക് എത്തും. ഒന്നുകൂടെ പറയുന്നു, അമീബ ആഹാരത്തിനടുത്തെത്തി. അമീബ ആഹാരം കപടപാദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉള്ളിലേക്ക് എടുത്തു. അവിടെ ഒരു ഫുഡ് വാക്യൂള് ഫോം ചെയ്തു. അതായത് ഭക്ഷണ ഫേനം രൂപം കൊണ്ടു. ഭക്ഷണ ഫേനത്തിനകത്ത് അല്ലെങ്കിൽ ഫുഡ് വാക്യൂളിനകത്ത് ധാരാളം എൻസൈമുകൾ ഉണ്ടാവും, രാസാഗ്നികൾ ഉണ്ടാകും. ഈ രാസാഗ്നികൾ ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നു. ഭക്ഷണത്തെ ദഹിപ്പിച്ചതിന് ശേഷം ആവശ്യമുള്ള പദാർത്ഥങ്ങൾ ആഗിരണം ചെയ്യപ്പെടുന്നു, പോഷകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുന്നു. ദഹനാവശിഷ്ടങ്ങൾ കപടപാദങ്ങളിലൂടെ